വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും ജയിൽവാസത്തിനും ശേഷം കേരളത്തിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ച കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് മൂര്യാട് നടന്ന RSS പ്രവർത്തകനായിരുന്ന കുമ്പളപ്രവൻ പ്രമോദ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട 10 CPM പ്രവർത്തകർക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ നടന്ന ഈ കൊലപാതകം കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷഭരിതമായ അന്തരീക്ഷത്തെ കൂടുതൽ കലുഷിതമാക്കിയിരുന്നു. വിചാരണ കോടതിയുടെ ജീവപര്യന്തം കഠിന തടവിന് വിധിക്കപ്പെട്ട പ്രതികൾക്ക് ദീർഘകാലം ജയിലിൽ കഴിഞ്ഞെന്ന വസ്തുത പരിഗണിച്ചാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം ഇപ്പോൾ ഈ ആശ്വാസം നൽകിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജാമ്യം ലഭിച്ച CPM പ്രവർത്തകരുടെ പേരുകൾ ഇതാണ്. അതായത് കുന്നപ്പടി മനോഹരൻ, നാനോത്ത് പവിത്രൻ, പാറക്കാട്ടിൽ അണ്ണേരി പവിത്രൻ, പട്ടാരി ദിനേശൻ, കുളത്തുംകണ്ടി ധനീഷ്, കേളോത്ത് ഷാജി, അണ്ണേരി വിപിൻ, പട്ടാരി സുരേഷ് ബാബു, പാലേരി റിജീഷ്, വാളോത്ത് ശശി എന്നിവർ. ഈ 10 പേരാണ് ഇപ്പോൾ ജയിൽ മോചിതരാകുന്നത്. അതേസമയം ഈ കേസിലെ 8ാം പ്രതിയായിരുന്ന അണ്ണേരി വിപിന് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നുവെന്നും വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ എണ്ണം ആകെ 11 ആയിരുന്നെങ്കിലും 1ാം പ്രതിയായിരുന്ന CPM ലോക്കൽ സെക്രട്ടറി താറ്റോട്ട് ബാലകൃഷ്ണൻ വിചാരണയ്ക്കിടെ മരണപ്പെട്ടിരുന്നു.